ഹലോ ഗൈസ്, അങ്ങനെ നമുക്കിന്ന് കുറേ നാൾക്ക് ശേഷം സ്വിറ്റ്സർലാൻഡിൽ പോയി കല്ലുമ്മക്കായി അയച്ചാലോ? ഈ കാടെല്ലാം കയറി ബസ് പിടിച്ചു പോയാലേ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ എത്തുള്ളൂ. അങ്ങനെ കുറച്ച് നടന്ന് ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തി. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഈ വാവയ്ക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വിട്ടിട്ട് അവിടുന്ന് നേരിയത് ഇങ്ങോട്ട് വന്നു. ഇവിടെ എത്തിയപ്പോ ചൂട് കല്ലുമ്മക്കായി ഓൺ ദ വേ. സീരിയസ്ലി നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും നമ്മുടെ മാൻഡറ്ററി ഫിറ്റ് ചെക്ക് അത് നിർബന്ധമാണല്ലോ. അപ്പോഴേക്കും നമ്മൾ വന്ന കാര്യം പറഞ്ഞേ, കല്ലുമ്മക്കായി കഴിക്കണ്ടേ. അപ്പൊ പിന്നെ ചേട്ടൻ പറഞ്ഞ് താഴെ AC ഉണ്ട്, താഴെ വന്നാ അവിടെ ഇരിക്കാലോ. ഞാൻ സാധാരണ ഈ കല്ലുമ്മക്കായൊക്കെ കഴിച്ചിട്ടുള്ളത് റോഡ് സൈഡിലുള്ള ചായക്കടയിൽ നിന്നൊക്കെ. ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഇങ്ങനെ ഒരു വൈബൊക്കെ. പിന്നെ അങ്ങോട്ട് ഹോർലിക്സ് വന്നു, ചായ വന്നു, ഹോർലിക്സ് കുടിച്ചു, ചായ കുടിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയാണ് ഗൈസ് നമ്മൾ നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡിലോട്ട് പോകുന്നത്. വാവ്, അപ്പോഴേക്കും മഴ പെയ്തു. പിന്നെ അവിടെ കണ്ട ബസ് സ്റ്റാൻഡിൽ കയറി അവിടെ വെച്ചിട്ടും ഒരു ഫിറ്റ് ചെക്ക്. അങ്ങനെ ഗൈസ് ഫൈനലി മണിക്കൂറുകളുടെ കഷ്ടപ്പെടലുകൾക്കൊടുവിൽ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ മിനി സ്വിറ്റ്സർലാൻഡ്. ഗൈസ് ഇത് ശരിക്കും ഇങ്ങനെ അല്ല, ഈ ഫോണിൽ കാണുന്നതാണ് കല്ല് നേരിട്ട് കാണാൻ. നേരിട്ട് ഇതൊരു മിനി സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. ഇതിപ്പോ എങ്ങനെയാ ഞാൻ പറയാ? അല്ല, അതിന് നീ സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യന് ഇവിടെ നോ പ്രസക്തി. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഈ ഒന്നും പറയാനും പോകുന്നില്ല. ഗൈസ്, നിങ്ങളെ പോലെ തന്നെയാണ് നമ്മുടെ വീട്ടുകാരും. സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. സോ ബൈ.